1971 ഞാൻ MA പൂർത്തിയാക്കിയതിന് ശേഷം പാരലൽ കോളേജിൽ കുറച്ചുകൂടെ സജീവമായി. കാരണം എൻ്റെ കോഴ്സ് കഴിഞ്ഞു, ഇനി എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ MA കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. 1970 എനിക്ക് ഒരു സർക്കാർ ഉദ്യോഗം കിട്ടുന്നു. അത് BA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ടെസ്റ്റ് എഴുതിയിരുന്നു, LD ക്ലർക്കിൻ്റെ ടെസ്റ്റ് എഴുതിയിരുന്നു. 70 എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു. ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ LD ക്ലർക്കായിട്ട് എന്നെ നിയമിക്കുന്നു. അപ്പോൾ ഞാൻ വളരെ ആലോചിച്ചു, എന്താണ് ചെയ്യേണ്ടത്. എനിക്ക് ഒരു ക്ലറിക്കൽ പോസ്റ്റ് കിട്ടിയിരിക്കുന്നു, നല്ല പ്രായത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു ജോലി കിട്ടിയിരിക്കുന്നു, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ MA പഠനം പൂർത്തിയാക്കണമോ അതോ ഈ ജോലിക്ക് പോകണമോ എന്നൊരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ ചിലരൊക്കെ എന്നെ ഉപദേശിച്ചു, പ്രൈവറ്റായിട്ട് എഴുതി പാസ്സാകാം, ജോലി കളയണ്ട, ജോലിയിൽ കയറിയാൽ സ്പെഷ്യൽ ലീവിന് സാങ്ഷൻ കിട്ടാനൊരു സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ പലരും ഉപദേശിച്ചു. എന്തായാലും ഞാൻ ജോലിയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു. കാരണം ഈ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ ശ്രീപത്മനാഭൻ്റെ 4 ചക്രം നമ്മൾ മേടിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ എന്ന് വിചാരിച്ച് പോകാം. ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു 17-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു, 31-ാം തീയതി വരെ ജോലി ചെയ്യാം, 14 ദിവസത്തെ ശമ്പളവും മേടിച്ചുകൊണ്ട് പോരാം, കോളേജിൽ അത് കഴിഞ്ഞ് പഠനം തുടരാം എന്ന് വിചാരിക്കുന്നു. ഇതിനിടയ്ക്ക് വെച്ച് ചിലർ പറഞ്ഞു, ജോയിൻ ചെയ്താൽ ഉടനെ ലീവ് എടുക്കാൻ സാധ്യതയുണ്ട്, 5 വർഷത്തേക്ക് ഉണ്ടെങ്കിൽ ലീവൊക്കെ കിട്ടും, സ്പെഷ്യൽ സാങ്ഷനാണത്. പിന്നെ നിങ്ങൾക്ക് ആ ജോലിയിൽ ഫ്രഷ് എൻട്രൻ്റായിട്ട് ആദ്യം മുതൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യാം, അങ്ങനെ വകുപ്പൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ജോലിയിൽ പ്രവേശിച്ചു പോയി. ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പോയി LD ക്ലർക്കായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. 14 ദിവസമോ മറ്റോ ജോലി ചെയ്തു. 128 രൂപ ശമ്പളവും വാങ്ങി. അന്ന് വളരെ പ്രസിദ്ധമായൊരു സ്കെയിലാണ് LD ക്ലർക്കിൻ്റെ, 40-120 സ്കെയിൽ എന്ന് പറയും. ശമ്പളം മേടിച്ചു ഞാനിങ്ങ് പോരുന്നു. ഞാനൊരു 3 മാസത്തേക്ക് ഒരു വെള്ളക്കടലാസിൽ ഒരു ലീവ് എഴുതിയിട്ടിട്ടാണ് പോകുന്നത്. 3 മാസം കഴിഞ്ഞപ്പോൾ ജോലിയിൽ പ്രവേശിക്കാൻ എനിക്ക് വീണ്ടും കടലാസ് വന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ജോലിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പിരിച്ചു വിട്ടതായിട്ട് കടലാസും കിട്ടി. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ചിലർ പറഞ്ഞു, ഇങ്ങനെ സ്പെഷ്യൽ സാങ്ഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച വെളിയം ദാമോദരൻ സാറ് എന്നെയും കൊണ്ട് തിരുവനന്തപുരത്ത് പോയി. വെളിയം ദാമോദരൻ സാറും നാട്ടിൽ തന്നെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, എന്നേക്കാൾ സീനിയറായിട്ടുള്ള, എന്നെ അക്ഷരവും പഠിപ്പിച്ചിട്ടുള്ള ആളിൻ്റെ മകനൊരു സദാശിവൻ പിള്ളയുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ്, 3 പേരും കൂടാണ് പോകുന്നത്. 3 പേരും കൂടി പോയി വെളിയം ഭാർഗവൻ സാറിനെ കണ്ടു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നെ പരിചയപ്പെടുത്തി. പിന്നെ ഇന്നാരുടെ മകനാണ്, ഇന്നാരുടെ സഹോദരനാണ്. അപ്പോൾ എന്നോട് ഭാർഗവൻ സാർ ചോദിച്ചു, ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, SM കോളേജിൽ MA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി, വാപ്പായും ഒക്കെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ജോലി കിട്ടി, ആ ജോലിയിൽ തുടരണമോ വേണ്ട എന്നൊരു സംശയമുണ്ട്. 5 വർഷത്തെ ഒരു സ്പെഷ്യൽ ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടുകയില്ല, എനിക്ക് എൻ്റെ പഠനം പൂർത്തിയാക്കുകയും ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്, അത്തരം കാര്യങ്ങൾക്ക് പോകണ്ട, എന്തായാലും 2-ാം വർഷമായില്ലേ, പിന്നെ പ്രൈവറ്റായിട്ട് എഴുതി MA പാസ്സാകാം, ജോലി കളയണ്ട, ജോലിയിൽ പ്രവേശിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നി. ഞാനൊരു അത്ര നല്ലൊരു മറുപടിയല്ല ഞാൻ പറഞ്ഞത്. സ്പെഷ്യൽ സാങ്ഷൻ കിട്ടാൻ സാധ്യത ബുദ്ധിമുട്ടാണ് എങ്കിൽ പിന്നെ അങ്ങനെ സാധ്യതയില്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നല്ലോ. പിന്നെ MA പഠിക്കണോ വേണ്ട എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു അല്പം ഒരു ഈർഷ്യയിൽ ഞാൻ പുറത്തിറങ്ങി പോന്നു. പിന്നീട് ഭാർഗവ സാറുമായിട്ടൊക്കെ ഒരുപാട് നല്ല സൗഹൃദം ഉണ്ടാക്കാനും വലിയ സ്നേഹപ്രകടനത്തിനുമൊക്കെ എനിക്ക് പാത്രമാകാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. ഏതായാലും ഞാൻ വന്ന് കോളേജിൽ പഠനം തുടർന്നു. MA കഴിയുന്നു. MA കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഈ സർവീസ് കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പഴയ പണി തിരിച്ചു കിട്ടും. എന്തെന്നാൽ
നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടല്ല നിങ്ങളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഷോക്കാസ് നോട്ടീസ് തരണം, നിങ്ങളുടെ മറുപടി സ്വീകരിക്കണം, നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോവുകയാണെന്ന് അറിയിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഇതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ സർവീസ് നീക്കം ചെയ്യായിരുന്നു. അപ്പോൾ ഒരു കടലാസ് കൊടുത്താൽ അത് ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അതിനനുസരിച്ചൊരു കടലാസൊക്കെ തയ്യാറാക്കി. കൊട്ടറ ഗോപാലകൃഷ്ണൻ MLA ആണ്. MLA വിളിച്ചുകൊണ്ട് നേരെ അച്യുതമേനോനെ പോയി കണ്ടു. അന്ന് K. ഗോവിന്ദപിള്ളയാണ് അച്യുതമേനോൻ്റെ സെക്രട്ടറി. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി. മാത്രമല്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കടലാസ് കൊടുത്തു. അച്യുതമേനോൻ അതിനകത്ത് എന്തൊക്കെ എഴുതി. ഞാനിങ്ങനെ തിരിച്ചു പോരുന്നു. തിരിച്ചു വന്ന് ഞാൻ ഈ പാരലൽ കോളേജ് പ്രവർത്തനമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കോളേജിൽ ജോലി കിട്ടുന്നു. ട്യൂട്ടർ ഇൻ മലയാളം. ജൂനിയർ ലെക്ചറർ അല്ല അന്ന് പോസ്റ്റ്. ട്യൂട്ടർ ഇൻ മലയാളം എന്നാണ്. 2 വർഷം കഴിഞ്ഞാൽ ലെക്ചറർ ആകും. ഞാൻ വന്നു, ജോലിയിൽ പ്രവേശിക്കുന്നു. കാസർഗോഡ് ആദ്യം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലേക്കാണ്. അതൊക്കെ രസകരമായ കഥകളാണ്. അപ്പോൾ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് പോയി ജോയിൻ ചെയ്യാം. നാട്ടിൽ വലിയ സ്വീകരണവും അനുമോദനവും ഒക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് തലശ്ശേരി ചെന്ന് ബസ്സിലാണ് പോകും. തലശ്ശേരിയിൽ ഇറങ്ങി അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നു. പിറ്റേന്ന് രാവിലെ അപ്പോയിൻമെൻറ്റ് ഓർഡറും ജോയിൻ സർട്ടിഫിക്കറ്റ് അതെല്ലാം എഴുതി, റിക്വസ്റ്റും എല്ലാം എഴുതിക്കൊണ്ട് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ചെല്ലുന്നു. കോളേജ് ചെല്ലുമ്പോൾ പ്രിൻസിപ്പൽ C. സുരേന്ദ്രനാഥ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പിൽക്കാലത്ത് ആർട്സ് കോളേജിൽ ഇരുന്നാണ് റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്ത മടപ്പള്ളിയിലാണ്. പക്ഷേ പിൽക്കാലത്ത് ആർട്സ് കോളേജിൽ വന്ന് ഞാനുമായിട്ട് പിന്നെ ബന്ധപ്പെടാൻ അവസരം ഉണ്ടായി. അത് വേറെ കഥയാണ്. അപ്പം ഞാൻ ചെന്ന് പ്രിൻസിപ്പലിനെ കണ്ടു. ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട്, അത് എപ്പോഴും മീശയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ശരി പറഞ്ഞു, നിങ്ങൾക്കിവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനാകെ വിഷമിച്ചു. ഇതെന്ത് കഥയാണ്? ജോലി കിട്ടില്ല, എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടെ ട്യൂട്ടർ ഇൻ മലയാളം എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് പക്ഷേ അപ്ഗ്രേഡ് ചെയ്ത് ലെക്ചറർ ഇൻ മലയാളം എന്ന പോസ്റ്റാക്കി മാറ്റി. നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിന് ശേഷമാണ്, പിന്നെ ഒരാഴ്ച ജോയിനിങ് ടൈമൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. അതിനിടയ്ക്ക് വെച്ചാണ് ഈ ഓർഡർ വരുന്നത്. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും സാർ എന്നുള്ള അർത്ഥത്തിൽ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ തിരിച്ച് കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിൽ ചെല്ലൂ, വേക്കൻസി ഉള്ളിടത്തേക്ക് നിങ്ങളെ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. ലോഡ്ജ് വന്ന് പെട്ടിയൊക്കെ എടുത്തിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു, നാട്ടിലോട്ട് എങ്ങനെയാണ് പോകുന്നത്? ഞാൻ കോളേജ് ജോയിൻ ചെയ്യാൻ പോയതല്ലേ, അത് അവിടെ ശരിയായില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചെല്ലും. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിൽ തന്നെ പോകാമെന്ന് തീരുമാനിക്കുന്നു. ഞാൻ ഈ പെട്ടിയെ കൊണ്ട് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിനടുത്ത് എനിക്ക് പരിചയമുള്ളൊരു ഹോട്ടലുണ്ട്. അവിടെ കൊണ്ട് ഈ പെട്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിൽ ചെന്നു. അപ്പോൾ അവർക്ക് ഇതിനിടയ്ക്ക് വെച്ച് മനസ്സിലായി ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി എന്ന്. ഞാൻ ചെന്നുടനെ അവർ പറഞ്ഞു, സാരമില്ല വന്നോളൂ, അതൊരു ചെറിയ പെശക് പറ്റിയതാണ്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഒഴിവുണ്ട്, അവിടത്തേക്ക് നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നു. പ്രിൻസിപ്പലിനുള്ള പിന്നെ ഉത്തരവും കൂടി ഇതിനോട് ഒപ്പം വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെയൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, കാസർഗോഡ് ബദരിയ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി താമസിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടുന്ന് വീണ്ടും കൊട്ടാരക്കര വന്ന് പെട്ടിയൊക്കെ എടുത്തിട്ട് എറണാകുളത്ത് ഇറങ്ങി ട്രെയിൻ കയറി നേരെ കാസർഗോഡേക്ക് പോകുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് ബദരിയ ഹോട്ടൽ പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുവിട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പുതുതായിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്ന ഒരു അധ്യാപകനാണ്, എനിക്ക് മുറി വേണമെന്ന് പറഞ്ഞവർ മുറിയൊക്കെ തന്നു. രാവിലെ ഒരു 10 മണിയായപ്പോൾ കുളിച്ച് റെഡിയായിട്ട് ഞാൻ കാസർഗോഡ് കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. ആ ഡേറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 1972 നവംബർ 17 കോളേജ് ചെല്ലുന്നു. പ്രിൻസിപ്പൽ വളരെ കാര്യമായിട്ട് നമ്മളെ സ്വീകരിക്കുന്നു. കാരണം എംപ്ലോയ്മെൻറ്റ് ഹാൻഡാണ് അപ്പോൾ അവിടെ ഉള്ളത്. സ്വീകരിക്കുന്നു. ഞാനപ്പോൾ തന്നെ ഒപ്പൊക്കെ ഇട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ വലിയ സന്തോഷം തോന്നി എനിക്ക്. കാരണം എൻ്റെ സീനിയറായിട്ട് ഞാൻ ഫസ്റ്റ് BA പഠിക്കുമ്പോൾ സെക്കൻഡ് MA പഠിച്ചിരുന്ന ഒരു ശശിധരൻ പിള്ളയുണ്ട്. എൻ്റെ നാട്ടുകാരനാണ്, കുഴിമതിക്കാട് സ്കൂളിനടുത്താണ്. അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ വീടിനടുത്തുള്ളതാണ്. അദ്ദേഹം അവിടെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ശശിയണ്ണൻ ഞങ്ങൾ വിളിക്കുന്നത്. വളരെ പ്രഗത്ഭനായിട്ടുള്ള അധ്യാപകനാണ്. ഫസ്റ്റ് റാങ്ക് ആയിരുന്നു MAക്ക്. ശശിധരൻ പിള്ള സാർ അവിടെ ഇരിക്കുന്നു.
അപ്പോൾ ശശിയാണ് എന്നെ കണ്ടോ വലിയ സന്തോഷമായി. ഞാനാണ് വരുന്നതെന്ന് ഇങ്ങനെ ഒന്നും അറിഞ്ഞില്ല അവിടെ ഇങ്ങനെ ഒരു ആൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ പുള്ളി വലിയ കാര്യമായിട്ട് വായിരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കോളേജിലേക്ക് കയറുമ്പോൾ വലതുവശമുള്ള ഒരു റൂമാണ്, 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു റൂമാണ്. 2 ഹിന്ദി അധ്യാപകർ, 2 മലയാളം അധ്യാപകർ, 2 സംസ്കൃത അധ്യാപകർ, ഇങ്ങനെ 6 പേരാണ്. വളരെ വിശാലമായൊരു സ്റ്റാഫ് റൂം. ചെല്ലുന്നു. MY പ്രഭാകര മേനോൻ എന്ന് പറയുന്ന ആളാണ് പ്രിൻസിപ്പൽ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് തന്നെ വേണമെങ്കിൽ ക്ലാസ്സിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാനൊരു ഉച്ചയ്ക്ക് മുമ്പുള്ള ഒരു ക്ലാസ്സിൽ പോകാൻ തയ്യാറെടുത്തു. അപ്പം എന്നേക്കാൾ സീനിയറായിട്ടുള്ളൊരു അധ്യാപകനുണ്ട് അവിടെ മലയാളത്തിൽ. അദ്ദേഹം എന്നെ ക്ലാസ്സിലേക്ക് വിട്ടു, BA ക്ലാസ് 2nd ലാംഗ്വേജിലേക്ക്. ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ പെൻഡ്രൈവിൽ, ലോകയാത്രികന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ഓരോ രാജ്യത്തെയും സഞ്ചാരത്തിനിടെയുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങളുടെ ഹൃദയസ്പർശിയായ അവതരണം. വീണ്ടും വീണ്ടും കാണാനും സൂക്ഷിച്ചു വെക്കാനും ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ വോളിയം നമ്പർ 1 സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് DK എന്ന് SMS ചെയ്യുക. DK എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995 444 222. അന്നത്തെ എൻ്റെ ഒരു രൂപം രസമുള്ളൊരു സംഭവമാണ്. വളരെ മെലിഞ്ഞിട്ടാണ്, വളരെ മെലിഞ്ഞിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എല്ലിൻ്റെ പുറത്ത് തൊലിയൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ്. അപ്പം ഇവിടെ ഇതൊക്കെ ഇങ്ങനെ തള്ളി ഇരിക്കുന്ന ഒരു രൂപമാണ്. ഒരു പയ്യൻ ലുക്കേ ഉള്ളൂ, 25 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പഠിപ്പിച്ചെനിക്ക് നല്ല ശീലമുള്ളതുകൊണ്ട് പഠിപ്പിക്കൽ എനിക്കൊരു പ്രശ്നമല്ല, ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് എനിക്കൊരു വിഷയമേ അല്ല. ഞാൻ ക്ലാസ്സിൽ ചെന്നു നോക്കിയപ്പോൾ നല്ല കാണാൻ കൊള്ളാവുന്ന കുറേ വിദ്യാർത്ഥികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും, നല്ല മിടുക്കന്മാർ, തടിയന്മാരൊക്കെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് പഠിപ്പിച്ചിരുന്നത്. ചെറുശ്ശേരിയുടെ ഒരു പാഠഭാഗം പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറുശ്ശേരിയെക്കുറിച്ചും പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ചും കവിതയുടെ ആദ്യഘട്ടത്തെക്കുറിച്ചുമൊക്കെ ഒരു ആമുഖം പോലെ ചിലതൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കാതിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് പുതുതായിട്ട് ചെന്ന അധ്യാപകനില്ലേ, ഈ എക്സ്ട്രീം ലെഫ്റ്റിൽ പെൺകുട്ടികളുടെ 2 റോയുണ്ട്. അതിൻ്റെ പിറകിലിരിക്കുന്ന ഏതോ ആൺകുട്ടികൾ നമ്മൾ ഈ ബെഞ്ചിൻ്റെ കാലുണ്ടല്ലോ നമ്മൾ ചവിട്ടിയിരിക്കുന്നത്, അത് അവിടെ വലിച്ചു ഊരിയിട്ട് അതിൻ്റെ ഒരു വെച്ച് ഈ പെൺപിള്ളേരുടെ കാലിൻ്റെ അവിടേക്ക് ഇങ്ങനെ തള്ളി വിടുകയും അത് ചിലപ്പോഴൊക്കെ അവിടെ കടന്ന് എൻ്റെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, മര്യാദയ്ക്കിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നോക്കിയെങ്കിലും രക്ഷയില്ല. അവസാനം അതിനകത്ത് പ്രതിയായിട്ട് തോന്നിയ ഒരുത്തനെ പിടിച്ചെഴുപ്പിച്ചെടുത്തി ഫയർ ചെയ്ത് അവൻ എൻ്റെ ഭാഗ്യം കൊണ്ട് ഇടാന്നൊക്കെ പറഞ്ഞ് വെള്ളം ഉണ്ടാക്കിയപ്പോൾ അവൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. ജനലിനോട് ചേർന്നുള്ളൊരു സീറ്റാണ്. അവിടെ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ 2 വിദ്യാർത്ഥികൾ എൻ്റെ അടുത്തേക്ക് വന്നു. ആ 2 വിദ്യാർത്ഥികൾ വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ്? നിങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശശിരമുള്ളതിനടുത്ത് പറഞ്ഞു, എടേ ഈ നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ബഹുമാനത്തോടുകൂടി പറയുന്നതാണ്, അത് കേട്ട് ബേജാറാവുമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ശരി. എന്നിട്ട് ആ ക്ലാസ് വളരെ ആകർഷകമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയൊരു നന്നായി. അതല്ല മാഷിൻ്റെ ശബ്ദം ഭയങ്കര രസമാണ് കേട്ടുകൊണ്ടിരിക്കാൻ. ഞാൻ ചോദിച്ചപ്പോൾ ക്ലാസ് മോശമായിപ്പോയോ? അങ്ങനെയല്ല, ആ പറയുന്ന രീതിയും ആ ശബ്ദമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പിൽക്കാലത്ത് ആലോചിക്കും, എന്തൊരു പ്രവചന തുല്യമായ ഒരു നിരീക്ഷണമായിരുന്നു ആ കുട്ടികൾ നടത്തിയത്. പിൽക്കാലത്ത് ഞാനൊരു ശബ്ദ കലാകാരൻ, വോയിസ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ കുറേയേറെ പേരെടുക്കുകയും കുറേയേറെ ജോലികൾ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ചെയ്യുകയും ചെയ്യുന്നു. അന്ന് ആ പറഞ്ഞ 2 വിദ്യാർത്ഥികൾ, ഒന്ന് MA റഹ്മാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്, മറ്റൊന്ന് ഇബ്രാഹിം ബെവിഞ്ച എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. അവർ 2 പേരും ഇംഗ്ലീഷ് മീഡിയയ്ക്ക് പഠിക്കുകയാണെന്ന്. ഇവർ 2 പേരും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മറക്കാനാവാത്ത 2 കുട്ടികളാണ്. ആദ്യത്തെ ക്ലാസ്സിലിരുന്ന കുട്ടികളെന്ന നിലയിലല്ല, അവർ 2 പേരും പിന്നെ നിരന്തരമായി ഞാനുമായി ബന്ധപ്പെടുകയും ഇവർ 2 പേരും കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ മലയാളം അധ്യാപകരായി സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. ഈ അടുത്ത സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ ഇബ്രാഹിം ബെവിഞ്ച വളരെ കാലമായിട്ട് പാർക്കിൻസൺ ബാധിച്ച് പ്രശ്നത്തിലാണ്, സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്.
ഇടയ്ക്ക് അവൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഞാൻ കാസർഗോഡ് പോയിരുന്നു. എം.ആർ. റഹ്മാൻ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, വളരെ പ്രസിദ്ധനായിട്ടുള്ള ഡോക്യുമെൻ്ററിക്കാരനാണ്, കഥാകൃത്താണ്. എൻഡോസൾഫാൻ പ്രശ്നത്തിലൊക്കെ ഇടപെട്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ബഷീർ ദമാൻ പോലെയുള്ള ഡോക്യുമെൻ്ററി, കോവലിൻ്റെ ഡോക്യുമെൻ്ററിയൊക്കെ എടുത്ത് നിരവധി പുരസ്കാരങ്ങൾ ദേശീയ തലത്തിൽ നേടിയിട്ടുള്ള ആളാണ്. ഈ 2 വിദ്യാർത്ഥികളാണ് ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് മാഷിൻ്റെ ശബ്ദം വളരെ ആകർഷകമായിരുന്നു എന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ വലിയൊരു അത്ഭുതത്തോടു കൂടിയാണ് ആ കുട്ടികളുടെ ആ പ്രവചനം ഞാൻ ഓർക്കുന്നത്. അങ്ങനെ കാസർഗോഡ് കോളേജിൽ ജോലി തുടരുന്നു. ഞാൻ വളരെ ആഹ്ലാദത്തിലാണ്. കാരണം ജീവിതത്തിലൊരു ഭദ്രത ഉണ്ടായിരിക്കുന്നു. ഞാൻ വിചാരിച്ചതുപോലെ ഒരു കോളേജ് അധ്യാപകനായിരിക്കുന്നു. ഭദ്രമായൊരു ജീവിതം ഇനി ഉണ്ടാക്കാം. അപ്പോൾ താമസിക്കുന്നത് കോളേജിനടുത്ത് തന്നെ ഒരു കോളനിയുണ്ട്, അധ്യാപകരുടെ ഒരു കോളനിയുണ്ട്. 4-5 വീടുകളിൽ അധ്യാപകരാണ് താമസിക്കുന്നത്. അതിൽ വിവാഹിതരായിട്ടുള്ള ആളുകൾ 1-2 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബാച്ചിലേഴ്സാണ്. കാരണം ഈ മിക്കവാറും ഈ ഫ്രഷായിട്ട് ജോലി കിട്ടുന്നവരെല്ലാം കാസർഗോട്ടേക്ക് തള്ളിവിടും. അതിൽ തന്നെ നല്ലൊരു ശതമാനം കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം ഭാഗത്തൊക്കെ ഉള്ള അധ്യാപകരാണ്. നല്ല സൗഹൃദം. ഞാൻ അവരുടെ കൂടെ ഒരു വീട്ടിൽ ഞാനും താമസമായി. എന്നോടൊപ്പം 2 പേര് കൂടിയുണ്ട്. ഫിസിക്സിലെ ഒരു M.M. കുട്ടപ്പൻ എന്ന് പറയുന്നൊരു സാറും ജയപ്രകാശ് ഒരു മാത്തമാറ്റിക്സ് അധ്യാപകനും. ഞങ്ങൾ 3 പേരും കൂടെ ഒരു വീട്ടിൽ. അതിൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ വേറെ ആളുകളൊക്കെ ഉണ്ട്. ഒരു ഫാമിലിയുണ്ട്. രാമൻ സാർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ. രാമൻ സാറ് അവിടെ അധ്യാപകനാണ്. അപ്പം രസകരമായ ഒരു അന്തരീക്ഷം. 5 മിനിറ്റ് നടന്നാൽ കോളേജിലെത്താം. ഞങ്ങൾ കുക്കിനെ വെച്ചിട്ടുണ്ട്, ആഹാരം പാകം ചെയ്തു തരും. അങ്ങനെ പോകുമ്പോൾ ഞാൻ ഈ ലൈബ്രറി ചെന്നു. ലൈബ്രറി നോക്കിയപ്പോൾ സാമാന്യം നല്ല ലൈബ്രറിയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പുസ്തകമൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അധ്യാപകരുടെ കൂട്ടത്തിൽ ഉള്ള ആളുകളെയൊക്കെ ഞാൻ പരിചയപ്പെട്ട കൂട്ടത്തിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പേര് KV തിരുമലേഷ് എന്നാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അന്തരിച്ചത്. KV തിരുമലേഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ തിരുവനന്തപുരത്ത് അയ്യപ്പ പണിക്കരുടെ വിദ്യാർത്ഥിയായിരുന്നു. നരേന്ദ്രപ്രസാദിൻ്റെ സഹപാഠിയാണ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി തിരുമലേഷുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ. 2 തരത്തിലാണ്. ഒന്ന്, അദ്ദേഹം അന്ന് തന്നെ അറിയപ്പെടുന്ന കന്നഡയിലെ കവിയാണ്. കന്നഡ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുള്ള കവിയാണ്. അദ്ദേഹത്തിൻ്റെ മുഖമൂടികൾ എന്ന് പറയുന്ന കൃതിക്ക് അക്കാദമി അവാർഡ് കിട്ടി. കഥ എഴുതാറുണ്ട്. അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പം എനിക്ക് നാടകത്തിലാണ് താല്പര്യം. നാടക സാഹിത്യം, നാടകം വായിക്കുന്നതിലൊക്കെയാണ് താല്പര്യം. അപ്പം ഞങ്ങൾ നിരന്തരമായിട്ട് കാണും, സംസാരിക്കും. വലിയൊരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലൈബ്രറിയിൽ നിന്ന് എനിക്കൊരു പുസ്തകം കിട്ടി. മാർട്ടിൻ എസ്സലിൻ എഴുതിയ അബ്സേർഡ് തിയേറ്റർ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അസംബന്ധ നാടകത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ വരുന്ന സമയമാണ്. 69-ൽ സാമുവൽ ബെക്കറ്റിന് നൊബേൽ സമ്മാനം കിട്ടുന്നു. അസംബന്ധ നാടകം എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, അതിനെക്കുറിച്ചുള്ള എഴുത്തുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ എന്താണ് ഈ അസംബന്ധ നാടകം, അബ്സേർഡ് ഡ്രാമ എന്നുള്ളതിനെക്കുറിച്ച് ദീർഘമായൊരു അവതാരിക മാർട്ടിൻ എസ്സലിൻ്റെ ഉണ്ട് ഈ പുസ്തകത്തിൽ. ഏതാനും നാടകങ്ങളുണ്ട്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ വലിയൊരു ഇത് തോന്നി എനിക്ക്. ഈ സമയത്ത് നമ്മുടെ M.A. റഹ്മാനും കുട്ടികളും എല്ലാം കൂടെ ചേർന്നൊരു കയ്യെഴുത്ത് മാസിക കോളേജ് നടത്തുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മാഷ് എന്തെങ്കിലും ഒന്ന് എഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ അസംബന്ധ നാടകം എന്ന പേരിൽ തന്നെ ഒരു ചെറിയ ലേഖനം എഴുതി കൊടുത്തു. എന്താണ് അസംബന്ധ നാടകം, ഇതിൻ്റെ സവിശേഷതകൾ എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ലേഖനം എഴുതി കൊടുത്തു. ഇത് അവന്മാർ പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു തമാശ ഉണ്ടായി. ശരിക്കും എൻ്റെ പേര് അലിയാർ കുഞ്ഞ് എന്നാണ്. ഇവന്മാരത് ഈ കുഞ്ഞ് എടുത്ത് മാറ്റിയിട്ട് അലിയാർ വെളിയം എന്നൊരു പേരിട്ടു. അങ്ങനെ അലിയാർ വെളിയം എന്ന പേരിൽ ഈ ലേഖനം അതിനകത്ത് ഉൾപ്പെടുത്തി. പക്ഷെ ഞാൻ പോലും അറിയാതെ ഈ വിദ്യാർത്ഥി റഹ്മാൻ അന്ന് ചെയ്ത ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ ലേഖനമെടുത്ത് ചന്ദ്രിക വാരികയ്ക്ക് അയച്ചു. ചന്ദ്രിക വാരികയ്ക്ക് അയക്കാൻ കാരണം അവിടെ പഠിക്കുന്ന അന്ന് M.A. റഹ്മാനും ഹമീദ് കോട്ടിക്കുളം എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. കഥകൾ എഴുതുമായിരുന്നു, നല്ല കഥകൾ. അവൻ ആ കാലത്തിൽ അന്തരിച്ചു പോയി. മിടുക്കനായിരുന്നു. ഇവരുടെയൊക്കെ കഥകളുമൊക്കെ ചെറിയ ലേഖനം ഫീച്ചറുകളുമൊക്കെ അന്ന് ചന്ദ്രികയിലുമൊക്കെ വരും. ചന്ദ്രികയൊക്കെ ആയിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ റഹ്മാൻ ഇതെടുത്തിട്ട് ചന്ദ്രിക വാരികയ്ക്ക് അയച്ചു. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ കയ്യിൽ ഈ കുറിപ്പ് ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അധ്യാപകർ ചിലർ കണ്ടിട്ട് പറഞ്ഞു, ഇത്
പത്രത്തിലോ എവിടെയെങ്കിലും കൊടുത്താൽ അച്ചടിച്ച് വരും. നല്ലൊരു ലേഖനമായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ളത് കേരളകൗമുദി പത്രമാണ്. കുട്ടിക്കാലം മുതൽ വായിക്കുന്ന പത്രമാണ്. ഞാൻ എന്ത് ചെയ്തു, ഇത് കേരളകൗമുദി പത്രത്തിന് അയച്ചു കൊടുത്തു. കേരളകൗമുദിയിലൊരു വീക്കെൻഡിൽ ഇത് അച്ചടിച്ചു വന്നു. അതേസമയം ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലും ഈ ലേഖനം അച്ചടിച്ചു വന്നു. അപ്പോൾ ആദ്യത്തെ ലേഖനം വരുന്നത് എങ്ങനെയാണ്? അതിനകത്തൊരു തമാശയുള്ളത്, ഈ ചന്ദ്രിക വാരിക അന്ന് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരുപാട് പേര് വായിക്കുന്ന വ്യാപകമായി പ്രചാരമുള്ളൊരു വാരികയല്ല. കാസർഗോഡ് ഭാഗങ്ങളിൽ കേരളകൗമുദി പത്രവും അധികമായിട്ട് പോകാറില്ല. അതുകൊണ്ട് ആരെയും ദൃഷ്ടിയിൽപ്പെടാതെ എങ്ങനെയോ അത് രക്ഷപ്പെട്ടു. ഇതാണ് എൻ്റെ ആദ്യത്തെ ലേഖനത്തിൻ്റെ ഒരു സംഭവം. അപ്പം 100-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന വേണുഗോപാലാണ്. വേണുഗോപാൽ ഘനശ്യാമ സന്ധ്യാഹൃദയം എന്ന് പറയുന്ന പാട്ടാണെന്ന് പാടാൻ പഠിച്ചു മനസ്സിൽ വെച്ചിട്ടുള്ളത്. അയാൾക്ക് പ്രൈസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സന്ദേഹവുമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ പാടാൻ കയറുന്നു. പാടാൻ തുടങ്ങുന്ന സമയം മുതൽ കൂവലാണ്.